ഞാനൊരു തവണ എന്റെ 8ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഈ ജാതിയും മതവും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടോ? അവർ പറഞ്ഞു മതമുണ്ട് ഉണ്ട്, അവർ കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതായത് കണ്ടാൽ മതം തിരിച്ചറിയോ? പണ്ട് ശ്രീനാരായണ ഗുരു ചോദിച്ചതാണ്. അത് ഞാൻ എന്റെ ഭാഷയെ കുട്ടികളോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മനസ്സിലാവും ടീച്ചർ. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ദിവസം രാവിലെ സ്കൂളിൽ വരുമ്പം ആരോ ഒരു ചെറിയ കുഞ്ഞിനെ, 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോയി. നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടി, അത് കരയുന്ന കണ്ടിട്ട് നിങ്ങൾ എടുത്തിട്ട് അതിനെ നോക്കിയിട്ട് ഇത് ഏത് മതക്കാരാണ് ഉപേക്ഷിച്ചതെന്ന് പറയോ? ഇപ്പൊ ക്ലാസ്സിൽ ഭയങ്കര ചർച്ചയും അടിയും പിടിയുമായി. പറയും അപ്പൊ പറയുന്നു പറഞ്ഞാൽ അത് ന്യായീകരിക്കാനൊന്നും കാണുന്നില്ല. പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് ന്യായീകരണമുണ്ട്. കുട്ടികളെല്ലാം ശരീരം ഒരുപോലെയാണ്. പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റില്ല. ആ കുട്ടി ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് നമുക്കറിയില്ല. വളർന്നു വന്ന മതചിഹ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ആ കുട്ടിയുടെ മതം ഏതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ രക്തം പരിശോധിച്ച് നോക്കാം, നമുക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോ മനസ്സിലാവും. ചെറിയ കുട്ടികളല്ലേ 8ാം ക്ലാസ്സിലെ. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ എന്തൊക്കെയാ മനസ്സിലാവുക? ബ്ലഡ് ടെസ്റ്റ് ചെയ്താല് അവർ ബയോളജി പഠിക്കുന്നുണ്ടല്ലോ, ബ്ലഡ് ഗ്രൂപ്പ് മനസ്സിലാവും. O പോസിറ്റീവ്, A നെഗറ്റീവ്, B നെഗറ്റീവ്. ഞാൻ ചോദിച്ചു, O പോസിറ്റീവ് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ? അല്ല. മുസ്ലിമിന് മാത്രമേ ഉള്ളൂ? അല്ല. ക്രിസ്ത്യാനിക്കോ? അവർക്കും ഉണ്ട്. ഞാൻ പിന്നെ O പോസിറ്റീവ് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ എന്ന് എങ്ങനെയോടോ മനസ്സിലാവുക? അപ്പൊ ആ ക്ലാസ്സിൽ നിന്ന് അവർ അവസാനം 45 മിനിറ്റ് കൊണ്ട് ഒരു തീരുമാനത്തിലെത്തി. അതായത് ജനിച്ചു വീണ ഉടനെ ഒരു മതവും ഇല്ല.